ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാൻ 10ാമത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഇന്നൊരു സ്നാക്സ് ആണോ പുഡിംഗ് ആണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ഐറ്റമാണ് ഇന്ന് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ എഗ് വൈറ്റ് യെല്ലോ വേറെ വേറെ ആക്കണം. എന്നിട്ട് 6 എഗ് വൈറ്റും ഒരു എഗ് യോക്കും, അതായത് ഒരു എഗ്ഗിൻ്റെ മഞ്ഞയും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 5 എഗ്ഗിൻ്റെ മഞ്ഞ വേറൊരു പാത്രത്തിലേക്കും ഇട്ട് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 6 പീസ് ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞിട്ട്, സൈഡ് കളയാനാണ് കേട്ടോ, കാരണം നമുക്ക് ആ ഒരു പെർഫെക്റ്റ് വൈറ്റ് കളർ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. സൈഡ് കളഞ്ഞ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അരക്കപ്പിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് നല്ല മധുരമുണ്ട്. കുറച്ചോ ഒരു 2 ടേബിൾ സ്പൂണെല്ലാം കുറച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. പിന്നെ നമ്മൾ ആ ഒരു എഗ് വൈറ്റില്ലേ, എഗ് വൈറ്റും ഒരു എഗ് യോക്കും, അതായത് ഒരു എഗ്ഗിൻ്റെ എല്ലോയും കൂടെ ചേർത്തത് അത് ഒഴിച്ചു കൊടുത്തു. ഇനിയൊരു 1/2 ടീസ്പൂണ് വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എടുത്തോ, കൂടിപ്പോകരുത്. 1/2 ടീസ്പൂൺ മാത്രം കേട്ടോ. ആ ഒരു വാനില എസൻസിൻ്റെ കുത്തിങ്ങനെ നിൽക്കും നിങ്ങൾ കൂട്ടിയെടുത്താൽ കേട്ടോ. അപ്പോൾ അത് മറന്നുകൊണ്ട. പിന്നെ എഗ്ഗ് യോക്കിലേക്ക്, അതായത് എഗ്ഗിൻ്റെ എല്ലോ മാറ്റി വെച്ചിട്ടില്ല, അതിലേക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ഒട്ടും ആവരുത് കേട്ടോ. അപ്പോൾ ആ ഒരു നമുക്ക് കറക്റ്റ് ആ ഒരു യെല്ലോ കളർ കിട്ടൂല. അപ്പോൾ ഇതാ ഇനി ഒരു കപ്പ് പാൽ വേണം. ഞാനിത് അരക്കപ്പിൻ്റെ അളവാണ് കേട്ടോ ഈ വൈറ്റ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അതായത് 1 കപ്പ് അളവ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, പെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത്. കാര്യം നമ്മളെ ചെടികൾക്കും ഒക്കെ ഒരു സന്തോഷം. നമ്മളെത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിൻ്റെ അകലത്ത് എത്തൂലല്ലോ. അപ്പോൾ ഇതാ ഞാൻ നമ്മൾ ആ ഒരു മിക്സ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടോ. തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഒരു ആവിച്ചെമ്പ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു പ്ലേറ്റോ എന്താണോ നിങ്ങൾക്ക് വേവിക്കാൻ പറ്റിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പർ, കുറച്ച് ഓയിലാക്കിയിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഗ്ഗിൻ്റെ എല്ലോ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കി എടുത്താൽ മതി. ഇതാ ഇനി നമ്മളെ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാര മെൽറ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് എഗ് വൈറ്റില്ലേ, വൈറ്റിൻ്റെ പാർട്ട് ഒട്ടും ആവരുത് കേട്ടോ, കാരണം ആ വൈറ്റ് വേറെ തന്നെ കാണും നമ്മൾ ഇതിൽ ആക്കി കൊടുത്താൽ. അത് ശ്രദ്ധിക്കണേ. എഗ് വൈറ്റും യോക്കും തിരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. ഇതില്ലേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. പിന്നെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പുഡിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എഗ് വൈറ്റ് ഏകദേശം കുക്കായി, ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആറി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ യെല്ലോ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഹൈറ്റിലൊന്നും വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കാര്യം ആ ഒരു വൈറ്റും യെല്ലോയും കൂടെ അങ്ങ് മിക്സ് ആയി പോവും. ഒന്ന് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഉറച്ചിട്ട് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ആ ഒരു ലൂസായിട്ട് നിൽക്കുമ്പോൾ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് ആ യെല്ലോ ജസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കംപ്ലീറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുകയോ ഒന്ന് ചുറ്റിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അത് താനെ തന്നെ അങ്ങ് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് വന്നോളും. അത്രയും ഇത് കണ്ടോ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്കാക്കി എടുക്കാം. അപ്പോൾ അത് കുക്കായിട്ട് വരട്ടെ.
മാഷാ അല്ലാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല വെള്ളമുള്ള മഴ, നല്ല കാറ്റും മഴയും എല്ലാം ഉണ്ട്. അതങ്ങനെ പെയ്യട്ടെ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കാണുമ്പോൾ തന്നെ ഒരു രസം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് അവിടെ നോക്കി നിന്നിട്ടാണ് പിന്നെ അകത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത്, നിങ്ങളെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സ് ആണോ, മധുരമുള്ള ഫ്രൂട്ട്സ്, പുളിയില്ലാത്ത മധുരമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഒരു 2 ഐറ്റം ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഒരു 3-4 ഐറ്റം ഉണ്ടെങ്കിൽ, കുറച്ച് ഐറ്റം ആണെങ്കിലും 3-4 ഐറ്റം ഉണ്ടെങ്കിൽ ഫ്രൂട്ട് സലാഡിന് ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. മിക്സഡ് ഫ്രൂട്ട് വരുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ. ഇതാ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് ബ്ലാക്കും വൈറ്റും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും ഗ്രീനും, പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അനാറൊക്കെ ഉണ്ടെങ്കിൽ എടുത്താട്ടോ, നല്ല കളർഫുൾ ആവില്ലേ. ഇനി ഇതാ മാങ്ങ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഇത് ഒരു വേറെ രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കാണിച്ചിട്ടുള്ള 2 ഫ്രൂട്ട് സലാഡും കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടമായി, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല നല്ല കമൻറ്റും കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മളെ വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് നോക്കാം. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ, വലിയ കോസ്റ്റ്ലി ഒന്നല്ല, നല്ല എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ ഫ്രൂട്ട്സ് എല്ലാം, പഴം എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയല്ലേ, ഞാൻ ഒരു മാങ്ങ ഇപ്പുറത്ത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. 2 മാങ്ങ നന്നായിട്ട് പൾപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഒന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത ഫ്രൂട്ട്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച്, മാങ്ങയിലും മധുരം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചേർത്ത് എടുക്കുക കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇതിന് വേണ്ടത്. നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പം കിട്ടുന്ന മാങ്ങ വാങ്ങാനേ രക്ഷയുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് കസ്കസ് ഞാൻ കുറച്ച് കുതിർത്തത് ഉണ്ടായിരുന്നുണ്ട്, 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി, അതിങ്ങനെ പൊങ്ങി വരും. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായി. ഇത് നമ്മളെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനും ഒക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം കൂടാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുത്തോ. ഞാനിങ്ങനെ അത് കുതിർത്തിട്ട് എടുത്ത് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. നമ്മൾ ഡ്രിങ്കിലും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. ഇതാ നല്ല രസമല്ലേ കാണാൻ, ആ ഒരു വൈറ്റും ഫ്രൂട്ട്സിൻ്റെ കളറും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി ലുക്കാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തോ. ആപ്പിള്, ഗ്രേപ്സ് എടുക്കുക, അനാറെടുത്തോ, പഴം എടുത്തോ, നേന്ത്രപ്പഴമായാലും ചെറുപഴമായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് പഞ്ചസാരയിലും വെള്ളത്തിലും ഒന്ന് വിളയിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഫ്രൂട്ട് സലാഡിൽ അപ്പം സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പൈനാപ്പിൾ അപ്പം ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രൂട്ട് സലാഡ് എപ്പോഴും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ ജ്യൂസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ചുകൂടെ ഒരു കസ്കസ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അതൊന്നും ആവശ്യമില്ല കേട്ടോ, ഇതിന് അത്രയും കളർഫുള്ളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ അപ്പോൾ നമ്മൾ അടിപൊളി ഫ്രൂട്ട് സലാഡ്, നല്ല ഈസി അല്ലേ. വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഫ്രൂട്ട് സലാഡ് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ പൾപ്പ് ടൈറ്റ് ഉള്ളത് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് അത് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷേ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ ഒന്നുകൂടി റിച്ച് ടേസ്റ്റ് കിട്ടുക മിൽക്ക് മെയ്ഡ് ചേർത്താലാണ്, അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മളെ സ്നാക്സും കൂടെ റെഡി ആയിട്ടാണ്. ഞാനത് കുത്തി നോക്കി, അത് സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇറക്കി വെച്ച് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. ഇന്ന് നമ്മൾ മെയിൻ ഡിഷ് ഞാനൊരു റൈസാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ, വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുത്തു. ഇനി ചിക്കൻ, എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 പീസ് ചിക്കൻ അത് കുഞ്ഞ് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പീസാണെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. ഇതിലൊന്ന് കുക്കാക്കി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ വലിയ പീസ് ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്കാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളെ കയ്യിലുള്ളതിന് അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത്രയും മതിയിട്ടാണ്. ഈ റൈസിന് നല്ല ഫ്ലേവറുള്ള റൈസാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് അരച്ചെടുക്കണം. മല്ലിയില, പുതിനയില, കാഷ്യൂനട്ട്, ഒരു 10
10 മതി കേട്ടോ. പിന്നെ ഒരു പിടി ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് മൊത്തത്തിൽ അരഞ്ഞു വരുമ്പില്ലേ, അരഞ്ഞു വന്നതിന് ശേഷം ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഈ ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ക്രഷ് ചെയ്ത് ചെയ്യുമ്പോൾ അത് അരഞ്ഞു വന്നോളും. അതാ അരക്കപ്പ് തേങ്ങയും കൂടെ അതിന് ശേഷം ഞാനിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആവണ്ട, ഇതുപോലെ ആക്കിയെടുക്കണേ. ഇനി മല്ലിയില നിങ്ങൾ എടുക്കുമ്പോൾ മല്ലിയിലേൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ നിങ്ങൾ പുതിനയില എടുക്കേണ്ടത്. അത് കൂടിപ്പോകരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു കുത്ത് വരും കേട്ടോ, പുതിനയിലേൻ്റെ ഒരു കുത്ത് വരും. അപ്പോൾ ഇതാ ചിക്കൻ റെഡിയായി വന്നു. കുക്കായി വന്നതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് വെച്ച് കൊടുക്കണേ. ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി ഒന്ന് ജസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വെക്കണ്ട കേട്ടോ, അടിയിലൊന്നും പിടിച്ചു പോകരുത്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള, ഞാൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ്. ഏത് റൈസാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ഗീ റൈസ് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാര്യം ആ റൈസിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് മിക്സ് ആക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കേട്ടോ. നല്ല ഫ്ലേവറുള്ള അടിപൊളി റൈസാണ്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറൊക്കെ ആ റൈസിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1 പോട്ട് റെസിപ്പി, നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇത് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരു 1 പോട്ട് റെസിപ്പി. നല്ല എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കുറവായിരുന്നു എന്ന്, വേണമെങ്കിൽ മതി. ആ ചിക്കൻ തന്നെ അതിലേക്ക് നല്ല ഫ്ലേവറാണ്, കഴിക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കയ്യിൽ, ചിക്കനൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ, ഇനി കൊണ്ടുവന്നിട്ടൊക്കെ വേണം. അപ്പോൾ ആ ഒരു കുറച്ച് ബീഫ് ഞാനൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മളെ ചട്ടിയിലിട്ടിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒന്നുമില്ല, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത് പിന്നെ നമുക്ക് കുറച്ച് വെജ് കുറുമ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുലർച്ചെ നമ്മൾ പത്തിരി ഞാൻ ഫ്രിഡ്ജിൽ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് ചുടും. അപ്പോൾ ആ ഒരു സമയത്ത് കറി ഉണ്ടാക്കാൻ മടിയാണ് കേട്ടോ. അപ്പോൾ അതിനേക്ക് വേണ്ടി ഇന്ന് റൈസ് ആയതുകൊണ്ട് കറി വേറെ ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് വെജീസൊക്കെ ഇട്ടിട്ടൊരു കുറുമ, ഒരു സ്റ്റൂ ഉണ്ടാക്കിയെടുത്തതാണ്. ക്യാരറ്റും എന്താ പറയുക ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പച്ചമുളകും കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പറും 2 പച്ചമുളകും ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില, മല്ലിയില ഇട്ട് കൊടുത്തു. റെഡി, അതും കൂടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ സ്നാക്സ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് സ്നാക്സ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ പുഡിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ്, അങ്ങനെ വയലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാനൊന്ന് ഈ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് എളുപ്പത്തിലൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ തിരിച്ചിട്ട് കൊടുത്താൽ നല്ല അടിപൊളി, നല്ല കളർഫുള്ളാണ് കേട്ടോ കാണാൻ. നമ്മളിപ്പോൾ ഇഫ്താർ പാർട്ടിയിലൊക്കെ നമ്മൾ സ്വീറ്റായിട്ട് ഉന്നക്കായി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ, എത്ര സ്പൈസി ആയിട്ടുള്ളതാണെങ്കിലും ഒരു സ്വീറ്റ് നമുക്ക് ഉണ്ടാക്കൂലേ, അതിന് പകരമായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നില്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. മസാല വഴറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ കോസ്റ്റ്ലി അല്ല, ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് കട്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ കട്ട് ചെയ്യുന്നത് അത്രയും സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും കട്ടായി പോവും. അപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് മസാലയും സ്പൈസിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു സ്വീറ്റായിട്ടുള്ളൊരു ഐറ്റം ഒരു സ്നാക്സ് കഴിക്കാനുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ സ്വീറ്റായിട്ടുള്ളത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും മാസ്റ്റർ ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഇനിയിപ്പോൾ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഐറ്റംസ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അത് കണ്ടാ നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഇറങ്ങിപ്പോകും, നമ്മൾ കഴിക്കുന്നതേ അറിയില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. മാത്രമല്ല നമ്മൾ റമദാൻ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് എഗ്ഗൊന്നും അങ്ങനെ യൂസ് ചെയ്യൂലല്ലോ, സ്നാക്സിലൊക്കെ യൂസ് ചെയ്യാമെന്നല്ലാതെ. അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയും ഇങ്ങനെയും അല്ലേ, അല്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ, ഹെൽത്തിയുമാണ്.
ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളിപ്പോൾ പിസയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ത്രികോണം ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടും എടുക്കാം. ഇതുപോലെ ആക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഇത്ര പീസ് മതിയല്ലോ, നമ്മളെല്ലാം എടുത്ത് കഴിക്കുമ്പോൾ ഇത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നമ്മൾ 10ാമത്തെ നോമ്പ് നല്ല റാഹത്തായി തന്നെ തുറന്നു. ഞാനിന്ന് പ്രത്യേകമായിട്ട് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കാരണം മഴ പെയ്തു, അത്യാവശ്യം തണുത്തു. പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ അതും കൂടെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ചായ ഉണ്ടാക്കി അതിന് പകരമായിട്ട്. പിന്നെ നമ്മൾ ആ ലൈമില്ലേ, ബീട്രൂട്ടിൻ്റെ ഒരു ലൈമില്ലേ, അത് ഞാനൊരു ദിവസം ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ബീട്രൂട്ട് വേവിക്കാതെയാണ് കേട്ടോ നമ്മളത് ലൈം ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടും മിൻറ്റും ലെമണും, കുറച്ച് ലെമൺ പിഴിഞ്ഞ് വയ്ക്കുക, ഒരു ഹാഫ് ലെമൺ, പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര, ഇനി ഉപ്പിട്ടിട്ടാണെങ്കിൽ ഉപ്പ്, വെറുതെ ആണെങ്കിൽ വെറുതെയും അങ്ങനെയും ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കുടിക്കാം. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. അതിൽ മധുരമൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഇത് പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ അകത്തേക്ക് വരുമല്ലോ, അതിൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ ഒന്നും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് ആ ലൂസായിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഒരു ലൂസായിട്ടുള്ളൊരു സംഭവം കുടിക്കുമ്പോൾ ഒരു നല്ലൊരു സുഖം കിട്ടില്ല ആ ചൂടുന്ന്. അപ്പോൾ ആ ഒരു അതിന് പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡും കൂടെ ഒന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാട്ടോ ഇത്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഞാൻ മുന്നേ കാണിച്ചത് ഫ്രഷ് ക്രീം ചേർത്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. എല്ലാം അടിപൊളി ടേസ്റ്റ്, എല്ലാം ഒന്നിനൊന്നും ബെറ്ററാണ്. നമുക്ക് ഒന്നും ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെയാണ്. വെറുതെ പറയുന്നതല്ല കേട്ടോ, എന്തായാലും ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.